ഇന്ന് ഞാൻ പോകുന്നത് കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. ഇത് പുനലൂർ മൂവാറ്റുപുഴ റോഡ് വന്ന് പുനലൂരിൽ നിന്ന് വരുമ്പോൾ കോന്നി എത്തുന്നതിന് മുമ്പേ പത്തനംതിട്ട ഭാഗത്തുനിന്ന് വരുന്നവർ കോന്നി കഴിഞ്ഞതിന് ശേഷം എലിയിറക്ക എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇടത്ത് തിരിഞ്ഞ് നേരെ വരുമ്പോൾ ഈ തടി ഡിപ്പോ കാണും. തടി ഡിപ്പോ അങ്ങോട്ട് കഴിയുമ്പോൾ 2 റോഡ് തിരിയും. അത് ഇടത്തോട്ട് തിരിയണം. അവിടെ 9 ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങനെ വരുന്നത് ഫോറസ്റ്റിലേക്കാണ് കയറുന്നത്. ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചാമുണ്ഡി ക്ഷേത്രം ആദ്യം കാണാം. കല്ലേലി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ഇതാണ് ആ ക്ഷേത്രം. ഇതും വനത്തിൻ്റെ അകത്ത് തന്നെ. ചെക്ക് പോസ്റ്റിൽ നമ്മൾ എവിടെ പോവുക, എത്ര പേരുണ്ട്, ഇതെല്ലാം ചോദിക്കും. അതെല്ലാം പറഞ്ഞിട്ടേ നമ്മളെ കയറ്റി വിടത്തുള്ളൂ. കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റിൻ്റെ മാത്രമല്ല, ആന മുതൽ എല്ലാ വന്യമൃഗങ്ങളും ഇറങ്ങുന്ന സ്ഥലമാണ്. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ആനകളുള്ള, നമ്മൾ ആ വരുന്നിടത്തെല്ലാം 9 ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആനത്താര ആണ്, ശ്രദ്ധിച്ച് പോവുക, ഹോൺ അടിക്കല്ല് എന്നൊക്കെ മുന്നറിയിപ്പ് ബോർഡുകളുണ്ട്. ഞാൻ നിങ്ങളെ ഈ വനമേഖല ഒന്ന് കാണിക്കാനെ കൊണ്ട് ആദ്യമേ ക്ഷേത്രത്തിൽ കയറാതെ തന്നെ കുറച്ച് മുമ്പോട്ട് പോവുക. അച്ചൻകോവിൽ റോഡ് തിരിയുന്ന ആ ഭാഗം വരെ. ഇവിടെ വന്നപ്പം 2 മയിലിനെ കണ്ടു. വേണ്ടിയത് അത് പെൺമയിലാണ്. അതിൻ്റെ ജോഡിയുണ്ട് കൂടെ. വേണ്ടേ, അത് ആൺമയിലാണ്. ഞങ്ങളെ കണ്ടുകൊണ്ട് ഓടിപ്പോവുക. ഇത് കൂപ്പിയിൽ നിന്ന് ലോഡ് കയറ്റി വരുന്ന ലോറിയാണ്, തടി ലോഡ്. കണ്ടിട്ട് കാണും. ഇത് നേരെ പോയി മുമ്പേ കാണിച്ച ആ ഡിപ്പോയിൽ ചെല്ലും. നേരെ കാണുന്ന ആ റോഡാണ് അച്ചൻകോവിൽ. ഇടത്തോട്ട് തിരിയുന്ന റോഡിലോട്ടാണ് ഞങ്ങൾ തിരിയുന്നത്. ഒരു ശകലം അപ്പുറം വരെ പോകുന്നുള്ളൂ. അച്ചൻകോവിൽ റോഡ് വളരെ മോശമാണ്. അതുമല്ല, അച്ചൻകോവിലേക്ക് പോകാനെ കൊണ്ടുള്ളൊരു പ്ലാനിലല്ല വന്നത്. നിങ്ങളെ ഇവിടുത്തെ ഈ വനവും വനമേഖലയും ഒന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് മുമ്പോട്ട് വന്നതാണ്. കല്ലേലി അപ്പൂപ്പൻ കാവിരിക്കുന്നത് വനത്തിന് ഉള്ളിൽ തന്നെ. ഈ റോഡ് നേരെ ഒരു 4 മാക്സിമം 5 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ റോഡ് അവസാനിക്കുക. അവിടുന്ന് പിന്നെ റോഡുകളൊന്നുമില്ല. ആറിൻ്റെ അവിടെ തോന്നോ ചിത്രശലഭം. ഇവിടെ നിറച്ച് ചിത്രശലഭങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് അച്ചൻകോവിലാറ്. ഇതാണ് എൻ്റെ വണ്ടി, എൻ്റെ ജീവിതമാർഗം. അരിമടുക്കുന്നത് ഈ വണ്ടി ഓടിച്ചാണ്. യൂട്യൂബിൽ നിന്ന് വരുമാനങ്ങളൊന്നും ആയി തുടങ്ങിയിട്ടില്ല. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ അപ്പൂപ്പൻ കാവിൽ വന്നു. എല്ലാവരും അന്നദാനമൊക്കെ കഴിച്ചിട്ട് പാത്രവും കയ്യുമൊക്കെ കഴുകുക. ഇത് ക്ഷേത്രത്തിനോട് ചേർന്ന് അച്ചൻകോവിൽ ആറ്റിലോട്ട് ഇറങ്ങുന്ന ഇടമാണ്. അവിടെ ഒരു വിളക്ക് കത്തിക്കുന്ന ഇടമുണ്ട്. ഈ ആറിൻ്റെ ആ കരയ്ക്ക് ആന മുതൽ എല്ലാ മൃഗങ്ങളും ഇറങ്ങുന്നതുമാണ്, വെള്ളം കുടിക്കാനുമൊക്കെ. പക്ഷേ ഒരു മൃഗങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിനൊരു ശല്യമോ ഒന്നുമേ ഇല്ല. അത് വരും, അതിന് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കും, എന്നിട്ട് അതിൻ്റെ പാട്ടിന് പോകും. ക്ഷേത്രത്തിൽ യാതൊരുവിധ ശല്യവും ഇല്ല. പിന്നെ ക്ഷേത്രത്തിൽ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ആ കുരങ്ങന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ,
ക്ഷേത്രത്തിൽ വരുന്ന ആരുടെ ഒരു സാധനവും അത് തട്ടിപ്പറിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. സാധാരണ മറ്റ് നമ്മൾ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം കുരങ്ങന്മാരങ്ങനല്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ തട്ടിപ്പറിക്കാൻ നോക്കും. കോഴി, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിശ്വാസികൾ നേർച്ചയായിട്ട് കൊണ്ട് കൊടുക്കുന്നതാണ്. ഈ കാള, പശു ഇതെല്ലാം ഞാൻ ചോദിച്ചപ്പോൾ വിശ്വാസികൾ നേർച്ച കൊടുക്കുന്നതാണ്. അവർ പിന്നീട് അവിടെ വളർത്തി എടുത്തേക്കുന്നതാണ്. ഇതാണ് അപ്പൂപ്പൻ കാവിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇനി ഞാൻ അപ്പൂപ്പൻ കാവിലേക്ക് ഇറങ്ങാൻ തുടങ്ങുക. ഇതാ ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ 2 സൈഡും ശംഖ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കാണാൻ നല്ല രസമാണ്. താഴോട്ട് നോക്കുമ്പോഴും താഴെ നിന്ന് മേപ്പോട്ട് നോക്കുമ്പോഴും നല്ല രസമാണ്. ഇത് നമ്മൾ മുകളിൽ നിന്ന് അപ്പൂപ്പൻ കാവിലേക്ക് നോക്കുന്ന ഒരു ദൃശ്യമാണ്. ഇത് മലയ്ക്ക് മുറുക്കാനൊക്കെ വെക്കുന്നൊരു ഭാഗങ്ങളാണ്. അപ്പൂപ്പൻകാവിലെ മെയിൻ വഴിപാടായ താമ്പോലം മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഊരാളിയുണ്ട്. ഊരാളിയുടെ കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പോകും. ഊരാളിയാണ് മുറുക്കാനും കള്ളും വെച്ച് മലയപ്പൂപ്പനോട് നമ്മുടെ പ്രയാസങ്ങൾ പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരവും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ഉള്ളത് അപ്പൂപ്പനല്ല ഊരാളി പറഞ്ഞു തരും. നമ്മളത് വീണ്ടും ചെയ്യണം. ഇവിടെ തന്നെയാണ് നാളികേരം ഉടയ്ക്കുന്നത്. നാളികേരം ഉടയ്ക്കുന്നത് ഊരാളി തന്നെ, നമ്മളല്ല. അതെല്ലാം കുരങ്ങന്മാർ നിൽക്കുക. ഇതെല്ലാം വഴിപാടിന് വന്ന് നിൽക്കുന്നവരാ. ഊരാളിയെ കണ്ടില്ല, എനിക്ക് ആഹാരം കഴിക്കാൻ പോയതാവാം. ഇതാണ് അപ്പൂപ്പൻ കാവ്. ഞാൻ നേരിട്ട് ഒരു വീഡിയോ എടുക്കുന്നില്ല. ഞാനൊരു ക്ഷേത്രങ്ങളിലും കയറിയാൽ വിഗ്രഹത്തിൻ്റെ നേരിട്ടുള്ള വീഡിയോ എടുക്കത്തില്ല. ഇവിടെ ആരും തടസ്സങ്ങളോ ഒന്നും പറഞ്ഞില്ല. പക്ഷേങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. ഇങ്ങനെ വീഡിയോ ക്യാമറ ഓടിച്ചൊരു വീഡിയോ അത്രമാത്രം. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അപ്പൂപ്പനാണ്. ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാ ദിവസവും വന്ന് ദർശനം നടത്തുന്നത്. വെള്ളി, ശനി, ഞായർ, മറ്റ് വിശേഷ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ശിവഭഗവാന്റെ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ അതിഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ആദ്യം കണ്ട ആ റോഡൊക്കെ നിറച്ച് വണ്ടിയായിരിക്കും. അതുപോലെ തന്നെ ആദ്യമേ ഞാൻ ഒരു ക്ഷേത്രം കാണിച്ചല്ലോ, ആ ക്ഷേത്രത്തിന് അപ്പുറം തൊട്ടേ വാഹനങ്ങൾ 2 സൈഡിലും നീണ്ട ക്യൂ ആയിരിക്കും. ഇത് ക്ഷേത്രത്തോട് തന്നെ ചേർന്നാണ്, ഒരു കാവ് പോലാണ്. ഇവിടെ എല്ലാ ഉപദൈവങ്ങളും ഉണ്ട്. കണ്ടോ, അത്രയും നീളത്തിന് നടന്ന് വീഡിയോ എടുത്തിട്ട് തീരുന്നില്ല. എല്ലാ ഉപദൈവങ്ങളുണ്ട്. അവിടെ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. എല്ലാവരും വന്ന് തൊഴുത് കാണിക്ക വെച്ച്, പിന്നെ പലരും പല നേർച്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇത് അന്നദാന മണ്ഡപമാണ്. എല്ലാ ദിവസവും ആഴ്ചയിലെ 7 ദിവസവും അന്നദാനമുണ്ട്. ഞാനും വീഡിയോ എടുപ്പും എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുത് അന്നദാനവും കഴിച്ചിട്ട് മടങ്ങും. ഇതൊക്കെ വഴിപാടും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന ഉള്ള ടിക്കറ്റ് എടുക്കുന്നതും പിന്നെ അവിടുത്തെ വഴിപാട് പ്രസാദങ്ങളുമൊക്കെ കിട്ടുന്ന ഇടങ്ങളാണ്. പൊങ്കാല ഇടാനുള്ള കലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് അപ്പൂപ്പൻ കാവിലെ വിശേഷങ്ങൾ. ഓം നമ ശിവായ, ഓം നമ ശിവായ. അപ്പൂപ്പ കാത്തുകൊള്ളണേ.